ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്യൂബിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബേബി ഗേൾസിനൊക്കെ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രസ്സായിട്ടാട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണി ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ 4 ആക്കിയിട്ട് മടക്കി വെക്കുക. നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ മെഷർമെൻറ്റൊക്കെ എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 8 മന്ത് ആയിട്ടുള്ളൊരു കുട്ടിയുടെ സൈസിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ 4 ഇഞ്ചിലാണ് ഞാനിവിടെ ഷോൾഡറിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഷോൾഡർ പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആം ഹോളിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് മെഷർമെൻറ്റ് 5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ചെസ്റ്റിൻ്റെ കംപ്ലീറ്റ് മെഷർമെൻറ്റ് വരുന്നത് 20 ഇഞ്ചാണ്. അപ്പോൾ 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 ഇഞ്ച് കിട്ടും. ഇനി അതിലേക്ക് 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് കൂട്ടി കൊടുത്തിട്ട് നമുക്കിതുപോലെ ആം ഹോൾ കർവ് വരച്ചു കൊടുക്കാം. ഓക്കെ, നമുക്ക് ടോപ്പിനുള്ള ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കണം. ടോപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് 8.5 ഇഞ്ചിലാണ് ഞാനിവിടെ ടോപ്പിന് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിവിടെ ഇതുപോലെ ലൈന് വരച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ഞാനിവിടെ കൊടുക്കുന്നത് 4.5 ഇഞ്ചാണ്. അതിലേക്ക് 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്തെങ്കിലും വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. കാരണം നമ്മൾ 75,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 1 lakh സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഇനി കുറച്ച് ആവശ്യമുള്ളൂ. പെട്ടെന്ന് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു പീസിനെ നമ്മൾ 2 ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരുമിച്ചായതുകൊണ്ട് നമുക്ക് അതിനൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം. കണ്ടാൽ ഇതാണ് നമ്മുടെ പീസസ് വരുന്നത്, ബാക്ക് പീസും ഫ്രണ്ട് പീസും. ഇനി നമുക്കിതിൽ നെക്ക് മെഷർമെൻറ്റ് കൊടുക്കണം. അപ്പോൾ നെക്കിന് വേണ്ടിയിട്ട് ഇതുപോലെ വീണ്ടും നമ്മളിത് മടക്കി വെച്ചിട്ടുണ്ട്. നെക്കിന് വീതി കൊടുക്കുന്നത് ഞാനിവിടെ 1.25 ഇഞ്ചിലാണ്. നമുക്ക് 2 ഇഞ്ചാണ് വേണ്ടത്, പക്ഷേ അതിലേക്ക് 4 ഇഞ്ച് കുറച്ചിട്ട് ഞാനിവിടെ 1.25 മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നെക്കിന് ഇറക്കം കൊടുക്കുന്നത് 2.5 ഇഞ്ചാണ്. ഓക്കെ, ഇനി നമുക്കിതൊരു ബോക്സ് ആക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. അതിൽ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. ഇനി ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് നമുക്കിവിടെ 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതും നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത് ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ബാക്ക് പീസ് മാറ്റി വെക്കാം. ബാക്ക് പീസ് മാറ്റിയിട്ട് നമുക്കിതിൽ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടല്ലോ, ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസാണ്. ഇനി നമുക്ക് ബാക്കിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ബാക്ക് പീസാണ് ഞാൻ ഇതുപോലെ 2 ആക്കി മടക്കി വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ബാക്ക് പീസ് നമ്മൾ സെൻറ്ററിൽ ഇതുപോലെ കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൽ പട്ടി വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പടി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഇഞ്ച് വീതി വരുന്ന 2 പീസസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് നമ്മൾ നല്ല വശത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം. നമ്മുടെ ബാക്ക് പീസിൻ്റെ നല്ല വശത്താണ് നമ്മൾ ഈ ഒരു 2 ഇഞ്ച് വീതി വരുന്ന പടി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഭാഗവും നമുക്കതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു പീസിന് നമ്മൾ മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു തുണി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് വേണം ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള 2 ഇഞ്ച് വീതി വരുന്ന ആ ഒരു പീസിനെ കംപ്ലീറ്റ് ഉൾവശത്തേക്ക് മടക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നെക്കിൻ്റെ ഭാഗത്ത് എക്സ്ട്രാ വരുന്നത് മാറ്റി കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗം നമ്മൾ ആദ്യം ഒരു 4 ഇഞ്ചിൽ മടക്കിയിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ സ്റ്റിച്ചിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ഒരു പീസിനെ വെച്ചെടുക്കുന്നത്. ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തത് കംപ്ലീറ്റ് ആയിട്ട് ആ 2 ഇഞ്ച് വീതി വരുന്ന തുണിയെ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തു. പക്ഷേ ഇവിടെ നമ്മൾ 4 ഇഞ്ച് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ലൈനിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, കണ്ടല്ലോ, ഇതുപോലെയാണ് നമ്മൾ വരിക. അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിൽ വരുന്നത്. നമ്മുടെ ഫ്രണ്ട് പീസാണ്. അപ്പോൾ ബാക്ക് പീസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 2ൻ്റെയും ഷോൾഡർ വശം നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. കണ്ടല്ലോ, നമ്മളിവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ 1 ഇഞ്ച് വീതി വരുന്ന ക്രോസ് പീസുകൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ ക്രോസ് പീസുകൾ നമുക്ക് ഇതുപോലെ ആം ഹോളിൻ്റെ ഭാഗത്ത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 2 ആം ഹോളും ചെയ്യണം. അതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗത്തും നമുക്കിത് ചെയ്തെടുക്കാം. കണ്ടല്ലോ, ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഈ ഒരു ക്രോസ് പീസിനെ ഉള്ളിലേക്ക് മടക്കി തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്.
രണ്ട് ആമോളിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ നെക്കിലും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഈ നെക്കിൻ്റെ ഭാഗത്ത് ചെയ്ത് നോക്കുക. നമ്മുടെ ഈ ഒരു ക്രോസ് പീസ് ഏകദേശം ഒരു 1/2 ഇഞ്ച് ഇതുപോലെ തള്ളിയിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പുറം വശത്തേക്ക് ഒരു 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ രണ്ട് ഭാഗത്തും വെച്ചിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടല്ലോ, നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ ഭാഗത്തുള്ള ഈ ഒരു ക്രോസ് പീസ് എങ്ങനെ മടക്കുന്നത് ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ എക്സ്ട്രാ വരുന്ന ഭാഗം ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതുപോലെ രണ്ടാക്കിയിട്ട് മടക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്നും കൂടി ഞാൻ കാണിക്കാം എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എക്സ്ട്രാ വരുന്ന 1/2 ഇഞ്ചിന് ആദ്യം മടക്കി, വീണ്ടും ഒരു മടക്കി, പിന്നെ ഒന്നും കൂടെ മടക്കിയിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നെക്കിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് നമുക്കിതുപോലെ മടക്കി ഫിനിഷ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ആംഹോളിൻ്റെ ഭാഗവും നമുക്ക് ചെയ്തെടുക്കണം. കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 1 ഇഞ്ചിൽ നമുക്കിവിടെ ഒന്ന് രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഒരു പീസിനെ ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത് ഓവർലാപ്പ് ചെയ്തിട്ട് വരുന്ന പറഞ്ഞാൽ ഈ ഒരു ഭാഗം നമുക്കൊരു 1/2 ഇഞ്ചിൽ മുകളിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ട് ഇവിടെ നമുക്ക് 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതാണ് നമ്മുടെ യോക്ക് വരുന്നത്. ഇതിനെ താഴത്തേക്ക് വെച്ച് കൊടുക്കാനുള്ള പീസാണിത്. 6 ഇഞ്ച് ഇറക്കം വരുന്നൊരു പീസാണ്. ഇതിൻ്റെ ഒരു വീതി എന്ന് പറയുന്നത് ഏകദേശം 26 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഒരു 28-29 ഇഞ്ചൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എടുക്കുക. ഇത് എൻ്റെ കയ്യിൽ അത്യാവശ്യം തുണി കുറവായതുകൊണ്ടാണ് ഞാനിപ്പോൾ 26 ഇഞ്ചിൽ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും സൈഡ് വശം കൂടി തമ്മിൽ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ സൈഡ് വശം യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പീസിനെ നമ്മുടെ യോക്ക് പീസുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിതിനെ നല്ല വശത്തേക്ക് മറിച്ചെടുക്കാം. അപ്പോൾ 2 രീതിയിൽ നമുക്കിത് യോജിപ്പിച്ചെടുക്കാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ഇതുപോലെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു താഴത്തെ പീസ് മുകളിലത്തെ പീസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കവർ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു 2 പീസുകൾ ജോയിൻ ചെയ്തെടുക്കാം. ജോയിൻ ചെയ്തെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കിതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഞെറിവുകൾ ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ല, ഇനി ഇതിനേക്കാളും കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വേറൊരു മെത്തേഡാണ്. അതെങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു 1/2 ഇഞ്ച് വീതിക്ക് ലോങ് സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് നീളത്തിൽ നമ്മൾ ലോങ് സ്റ്റിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഉടുപ്പിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ലോങ് സ്റ്റിച്ച് എടുക്കുക. ആദ്യം കുറച്ച് ലോങ് ആയിട്ട് വരുന്ന സ്റ്റിച്ച് നമുക്കിതിലൊന്ന് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ഒരു നൂല് നമ്മൾ അടിച്ചിട്ടെടുത്തുള്ള ഈ നൂലുണ്ടല്ലോ, ഈ നൂലിനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൽ ചെറുതായിട്ട് ഇങ്ങനെ ഞെറിവ് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഞെറിവുകളായിട്ട് കിട്ടുകയും ചെയ്യും. എളുപ്പം മറ്റു മെത്തേഡിനേക്കാളും ഒന്നും കൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡിലാണ് ചെയ്യാൻ ഇഷ്ടം ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇതുപോലെ നമ്മളിങ്ങനെ ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ ഈ ഒരു വേസ്റ്റിൻ്റെ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ആ ഒരു അളവിനോട് അളവിൻ്റെ കറക്റ്റായിട്ട് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു പീസ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് കവർ ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് ഒരുപോലെ തന്നെ ഞെറിവുകളൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു വൃത്തി കിട്ടുള്ളൂ. കണ്ടല്ലോ, അപ്പോൾ നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു പീസ് വരുന്നത്. ഇനി ഇതിൻ്റെ താഴെവശം നമുക്കൊന്ന് മടക്കി തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി പാൻറ്റ് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തുണി 4 ആക്കിയിട്ട് നമുക്ക് മടക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബെൽറ്റിന് വേണ്ടിയിട്ടുള്ള മാർക്കിങ് കൊടുക്കാം. ഇപ്പോൾ 2 ഇഞ്ചാണ് ഞാനിവിടെ ഇലാസ്റ്റിക് കൊടുക്കുന്നത്. അപ്പോൾ 2 ഇഞ്ചിൽ നമുക്ക് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി വേസ്റ്റിൻ്റെ ഭാഗത്തെ മെഷർമെൻറ്റാണ് കൊടുക്കുന്നത്. 6 ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു ലൈനിൽ നമുക്ക് മുകളിലേക്ക് ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് പാൻറ്റിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാം. പാൻറ്റല്ല, ഇതൊരു 3/4 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു 3/4 ഇറക്കണം. അപ്പോൾ ഞാനൊരു ഒരു ട്രൗസറിൽ നിന്ന് അളവെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വേണ്ട ഇറക്കം എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ മുകളിൽ നിന്ന് 10 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്, അതായത് നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ക്രോച്ചിൻ്റെ ഭാഗമാണ് ഞാൻ നോക്കുന്നത്. ക്രോച്ചിൻ്റെ ഭാഗം എനിക്ക് 7 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ 7 ഇഞ്ച് ഞാനിവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ലൈനായിട്ട് വരച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ഒരു സീറ്റിൻ്റെ ഭാഗത്തേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെയും ഇതുപോലെ വരച്ചിട്ട് ഒരു കർവ് വരച്ചു കൊടുക്കാം. താഴത്തെ ലൂസാണ് നമുക്ക് വേണ്ടത്. ഏകദേശം 6 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ അളവൊന്നും അറിയാതെ വിട്ടുപോയിട്ടിട്ട് കൊടുത്തിട്ടുള്ളത് 6 ഇഞ്ചിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വരച്ചപ്പോൾ ഞാൻ 5.5 ഇഞ്ചിലേക്കുള്ളതാണ് മാറി വരച്ചിട്ടുള്ളത്. പക്ഷേ ഞാനിവിടെ 6 ഇഞ്ചാട്ടോ കൊടുക്കുന്നത്. 6 ഇഞ്ചിന് വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ 6 ഇഞ്ചിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ കട്ടിങ് കൊടുക്കുന്നത്. ഇതുപോലെ ഞാൻ കട്ടിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാൻറ്റിൻ്റെ കട്ടിങ് വരുന്നത്. ഇനി നമുക്കിവിടെ ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗത്ത് 2 സൈഡിലും ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇതിനെ ഓപ്പൺ ആക്കി വെക്കുക. അതിനുശേഷം നമുക്ക് മുകൾ ഭാഗത്തെ ബെൽറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് നമുക്കിവിടെ 2 ഇഞ്ചാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്കൊരു 1/2 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒരു 1/2 ഇഞ്ചിലാണ് ആദ്യം നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ഇലാസ്റ്റിക് വെച്ചെടുക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് റൗണ്ടിൽ നമ്മൾ 1/2 ഇഞ്ച് ഇതുപോലെ മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇലാസ്റ്റിക് എടുക്കാം. അപ്പോൾ ഇലാസ്റ്റിക് ഞാനിവിടെ 1.5 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം വേസ്റ്റ് 18 ഇഞ്ചാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഞാനിവിടെ 18 ഇഞ്ചിൽ നിന്നൊരു 3 ഇഞ്ച് കുറച്ചിട്ടുള്ള മെഷർമെൻറ്റാണ് നമ്മൾ ഇലാസ്റ്റിക് എടുക്കുന്നത്. 3 ഇഞ്ച് കുറച്ചിട്ട് ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഇലാസ്റ്റിക്കിൻ്റെ 2 സൈഡും കൂടി കൂട്ടി നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഇനി ഇലാസ്റ്റിക് ഇതുപോലെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സ്റ്റിച്ചിന് താഴെയായിട്ട് വെച്ചെടുക്കാം. എന്നിട്ട് ബാക്കി ഭാഗം കൂടി മടക്കിയിട്ട് നമുക്കിത് ഫുൾ റൗണ്ടിലൊന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇലാസ്റ്റിക് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇലാസ്റ്റിക് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വലിച്ചെടുക്കാം. അതിനുശേഷം ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ ഒന്നുകൂടെ നമുക്ക് സെൻട്രലായിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ താഴ്വശം നമുക്കൊന്ന് മടക്കി തയ്ച്ചെടുക്കണം. 2 കാലിൻ്റെയും താഴ്വശം ഇതുപോലെ 1 ഇഞ്ചിലേക്ക് നമുക്ക് മടക്കി തയ്ച്ചെടുക്കാം. അതിനുശേഷം ഇത് ഉൾവശം 2 കാലും കൂടി നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ ട്രൗസറിൻ്റെ ഒരു സ്റ്റിച്ചിങ് വരുന്നത്. ഇനി നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്ക് കാണാം. നമുക്ക് ടോപ്പിൻ്റെ ബാക്ക് ഭാഗത്ത് നമുക്ക് ബട്ടൺസും കൂടി വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് അപ്പോൾ ഇതായിട്ട് എൻ്റെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാനിത് ഓൾറെഡി മോൾക്ക് ഇട്ട് കൊടുത്ത്, അപ്പോൾ വീഡിയോ എടുക്കാനുള്ള നേരം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഫോട്ടോ ആയിട്ട് കാണിക്കുന്നത്. കറക്റ്റ് ഫിറ്റിങ്ങിൽ വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാട്ടോ.